എല്ലാം ഉപേക്ഷിച്ച് അനുശ്രീ എവിടെ പോയി? എന്തുകൊണ്ടാണ് ചോദ്യങ്ങളോട് പ്രതികരിക്കാത്തത്? കമന്റ്സുമായി ആരാധകർ. സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ 10 മടങ്ങ് സ്നേഹമാണ് കുടുംബ പ്രേക്ഷകരിൽ നിന്നും സീരിയൽ താരങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സീരിയലുകളിൽ ഗസ്റ്റ് റോളിൽ അഭിനയിച്ചാൽ പോലും വീട്ടമ്മമാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും. അത്തരത്തിൽ സീരിയലിൽ ബാലതാരമായി എത്തി ശ്രദ്ധിക്കപ്പെട്ട അഭിനേത്രിയാണ് അനുശ്രീ. പ്രകൃതി എന്നൊരു പേരുകൂടി ഉണ്ടെങ്കിലും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് അനുശ്രീ എന്ന പേരിലാണ് താരത്തെ കൂടുതൽ പരിചയം. 2005 മുതൽ അഭിനയ രംഗത്ത് സജീവമായുള്ള അഭിനേത്രിയാണ് അനുശ്രീ. ഇതുവരെ 50ഓളം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ആൺകുട്ടിയായി വേഷമിട്ടുകൊണ്ടാണ് മിനിസ്ക്രീന്റെ ഇഷ്ടം അനുശ്രീ നേടിയെടുത്തത്. പിന്നീട് ശ്രീ മഹാഭാഗവതം, പാദസരം, 7 രാത്രികൾ, അമല, അരയന്നങ്ങളുടെ വീട്, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളും അനുശ്രീക്ക് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തു. സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പൂക്കാലം വരവായി എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ് അനുശ്രീ വിവാഹിതയായത്. 2 വർഷം മുമ്പായിരുന്നു വിവാഹം. അന്ന് അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. കാരണം അനുശ്രീയുടേത് പ്രണയവിവാഹമായിരുന്നു. താരത്തിന്റെ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ വന്നതോടെ ഒളിച്ചോടി വിവാഹിതയാവുകയായിരുന്നു. എന്റെ മാതാവ് എന്ന സീരിയലിന്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷാണ് അനുശ്രീയെ വിവാഹം ചെയ്തത്. ഒരുമിച്ച് സീരിയലിൽ പ്രവർത്തിച്ചപ്പോഴുള്ള ഇരുവരുടെയും പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു. അരയന്നങ്ങളുടെ വീട് എന്ന സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത്. പിന്നീട് ആ സൗഹൃദം പ്രണയമാവുകയായിരുന്നു. തൃശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ അനുശ്രീയുടെ വിവാഹ ഫോട്ടോ പുറത്തു വന്നപ്പോൾ ആരാധകരും അമ്പരന്നു. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ അനുശ്രീ ഗർഭിണിയായി. വളക്കാപ്പ് ചടങ്ങ് വരെ ഭർത്താവ് വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇരുവർക്കും ഇടയിലും 2 കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഭർത്താവ് വിഷ്ണുവിനെ ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം അനുശ്രീ തിരികെ വന്ന് താമസം തുടങ്ങി. ആരവ് എന്നു പേരുള്ള 2 വയസ്സുകാരൻ മകന്റെ അമ്മയാണിന്ന് അനുശ്രീ. വിഷ്ണുവുമായുള്ള ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ പോലും അനുശ്രീയും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത്. പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ അനുശ്രീയുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വിഷ്ണു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയ ശേഷമാണ് അനുശ്രീ തന്റെയും മകന്റെയും പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. മകന്റെ 1ാം പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ അടക്കം താരം യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ യൂട്യൂബ് വീഡിയോയുമായി എത്തിയിരുന്ന അനുശ്രീ കഴിഞ്ഞ 5-6 മാസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ നിന്നും മിസ്സിംഗ് ആണ്. വളരെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അനുശ്രീയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത്. മകന് 2ാം പിറന്നാൾ ആശംസിച്ചുള്ള പോസ്റ്റ് ആയിരുന്നു അത്. പോസ്റ്റിന് താഴെ പിറന്നാൾ ആശംസകളേക്കാൾ കൂടുതൽ അനുശ്രീയുടെ വിശേഷങ്ങൾ തിരക്കിയുള്ള കമന്റുകളാണ് ഏറെയും. യൂട്യൂബ് ചാനലിന് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദ്യങ്ങളോട് പ്രതികരിക്കാത്തതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. അനുശ്രീയുടെ യൂട്യൂബ് ചാനലും കാണാനില്ല. 50,000-ന് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലായിരുന്നു അനുശ്രീയുടേത്. അനുശ്രീയുടെ അമ്മയും അനുശ്രീയെ പോലെ സിംഗിൾ മദറാണ്. നടിയുടെ പുതിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും.